ഇപ്പൊ എമ്പുരാൻ കണ്ടില്ലെങ്കിൽ ചത്തുപോകും, എമ്പുരാന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മതില് ചാടുന്നു, സ്വർണം പണയം വെക്കുന്നു, പശുവിനെ വിൽക്കുന്നു. മാറ്റുമെന്ന് അവിടെ ഇരുന്ന് പറയുന്നവൻ ബെൻസും BMW ലാംബോഗിനി ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ ഇവന്മാർക്കൊക്കെ ഈ പാലഭിഷേകം ചെയ്യാൻ പാൽ പാക്കറ്റ് വാങ്ങിക്കാൻ പോകുന്നതിന്റെ മെന്റാലിറ്റി എന്തായിരിക്കും? താര ആരാധന എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ മെന്റൽ ഡിസീസ്. ഞാൻ ഈ കത്തി, സുര, വര എന്നൊക്കെ പറഞ്ഞ കുറെ സിനിമ കണ്ടിട്ട് അവിടുത്തെ ആളുകൾ വിചാരിക്കുന്നത് വിജയണ്ണൻ അവരെ രക്ഷിക്കാൻ വന്ന ദൈവമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പൃഥ്വിരാജും എമ്പുരാനും മുകേഷും സുരേഷ് ഗോപിയും എല്ലാം കൂടെ നമ്മുടെ നാട്ടിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് നമ്മൾ കുറച്ചു പേരെങ്കിലും പറയണം. ഈ ഇൻഡസ്ട്രി വലുതാക്കുക, നാടിനെ സേവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വി ഷുഡ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഐ എം നോട്ട് സേയിങ് ദീസ് ആർ ഓൾ ഈവിൾ ഗൈസ്, ബട്ട് വി ഷുഡ് സ്പീക്ക് അപ്പ്, വി ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. മുകേഷ് എന്ന് പറയുന്ന ഒരു നടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് എല്ലാവരെയും സേവിക്കാൻ തുടങ്ങുന്നു. മുകേഷ് ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞോട്ടെ. സോ for the last 70 years you guys should understand we have been ruled by a single family. How the fuck is that democracy? പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന എല്ലാ ആൾക്കാരും, ലെറ്റ് ഇറ്റ് ബി എനിബഡി, അയാൾക്കൊരു ക്വെഞ്ച് ഫോർ പവർ ഉണ്ട് ഉറപ്പായിട്ടും. ഒരു ഫാമിലി 70 years ഭരിച്ചു, അതവരുടെ കോമ്പിറ്റൻസ് അല്ലേ? അതവരുടെ കോമ്പിറ്റൻസ് അല്ല, അത് ബാക്കിയുള്ളവരുടെ ഇൻകോമ്പിറ്റൻസ് ആണ്. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇവിടെ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദി റീസൺ. ഗുഡ് വാലിഡ് പോയിന്റ്. ഞാൻ ഡോക്ടർ അല്ല, ഞാൻ മെഡിക്കൽ അഡ്വൈസ് ആർക്കും തരുന്നതും അല്ല. ഡു യുവർ റിസർച്ച്. ദിസ് ഈസ് മൈ findings from if something is getting cancelled in the mainstream, that is probably good for the public എന്നുള്ള ഒരു തോട്ട് ഇപ്പൊ ആളുകൾക്ക് വന്നു തുടങ്ങി. ഹലോ ഗൈസ്, ശ്രീ ഹിയർ. സോ വെൽക്കം ബാക്ക് ടു ദ പോഡ്കാസ്റ്റ്. അല്ലേ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ആദ്യമായിട്ടാണെങ്കിൽ ഇന്ന് നമ്മൾ അങ്ങനെ അജണ്ട ഒന്നുമില്ല, വിൽ ടോക്ക് അബൌട്ട് സം റാൻഡം ഷിറ്റ്. ബട്ട് ബേസിക്കലി നമ്മൾ പപ്പോന്റെ കയ്യിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സാന്റാ മോണിക്ക ആൻഡ് ദെയർ സ്കാം. കഴിഞ്ഞ പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ വി ടോൾഡ് യു ഗൈസ് വിൽ ബി ഡൂയിങ് എൻ എപ്പിസോഡ് ഓൺ സാന്റാ മോണിക്ക. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടറിവോ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തു അതൊന്നുമല്ല. വാട്ട് ഐ എം ഗോണ സേ ഈസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് കൺക്ലൂഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തന്നെ എടുക്കുക. എനിക്ക് എന്താ സംഭവിച്ചത് ആൻഡ് വാട്ട് വാസ് മൈ ജേർണി എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാൻ പോവാം. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് എനി വൺ. സാന്റാ മോണിക്ക ഓഫ് കോഴ്സ് ഇസ് ഡൂയിങ് ബിസിനസ്. ഡൂയിങ് ബിസിനസ് ആൻഡ് മലയാളം അവര് ബിസിനസ് ആണ് ചെയ്യുന്നത്. പക്ഷെ അവര് നമ്മളെ അക്കരെ കൊണ്ടെത്തിക്കുന്ന മാലാകമാരാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പോഡ്കാസ്റ്റ്. എക്സാക്ട്ലി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഇതിന്റെ ചെറിയൊരു ബിഹൈൻഡ് വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. കാരണം വയറെണ്ണ മാർക്കറ്റിംഗ് ഏജൻസി നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഫണ്ടുള്ള ഒരു സംഭവമാണ് സ്റ്റഡി അബ്രോഡ്. ലിറ്ററലി അവർക്ക് കോടികളാണ് മാർക്കറ്റിംഗ് ഫണ്ടുള്ളത്. കാരണം അവരിപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ലുക്ക് കോക്കിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിലാണ്. ഇപ്പോൾ ഡെയിലി ഞങ്ങൾ ചാർജ് ചെയ്യുന്ന 10K ആണെന്ന് വെച്ചോ, അവർക്ക് 5 ദിവസം ഞങ്ങളെ ഹയർ ചെയ്ത് അവർക്ക് ഒരു കൺവേർഷൻ റേറ്റ് കിട്ടിയ അവരുടെ പോക്കറ്റിൽ വീഴുന്ന 5, 6, 7 ലക്ഷം രൂപ പ്രോഫിറ്റില്ല. അത് മാത്രമല്ല, നീ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ദേ ആർ സ്പെൻഡിങ് 5-6 lakhs ഫോർ PR ഈ പരസ്യത്തിന്. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ ഇഫ് ദേ സ്പെൻഡ് 4 lakhs ഒരു കുട്ടിയിൽ അഡ്വർടൈസ്മെന്റിനോ കാര്യങ്ങൾക്കോ വേണ്ടി 3-4 ലക്ഷം ചെലവാക്കിയാൽ പോലും ലാഭം കിട്ടുന്ന കോളേജുകൾ കാനഡയിലുണ്ട്. സത്യം. 50%. ഇപ്പോൾ ഒരു കോളേജിലേക്ക് സാന്റാ മോണിക്ക ഒരു കുട്ടിയെ വിട്ട് കഴിഞ്ഞാൽ അഫ്കോഴ്സ് അവർക്ക് ഇത് കിട്ടും, കമ്മീഷൻ കിട്ടും. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് 50-നും 10 കുട്ടികളെ ചേർത്ത 60-ഉം അങ്ങനെ ഒത്തിരി വലിയ കമ്മീഷൻ റേറ്റ്സ് ഉണ്ട്. 50% വരെ കൊടുക്കുന്ന കോളേജസുകൾ കാനഡയിലുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഇത് സൈറ്റുകളിലോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. ഐ എം ജസ്റ്റ് ഷെയറിങ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് അങ്ങനെ ഉണ്ടോ? അതിലോട്ടാണ് ഞാൻ വരായിരുന്നത്. കാരണം ഞാൻ സാന്റാ മോണിക്കയിൽ പോയി എനിക്ക് വെളിയിൽ പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞതിന് പിന്നെ എവറിത്തിങ് എല്ലാം നടന്നത് ഭയങ്കര പെട്ടെന്നായിരുന്നു. ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോകാനാണ്, എനിക്ക് കോളേജിനെക്കാട്ടി ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് എനിക്ക് മാസ്റ്റേഴ്സ് എടുക്കാനൊക്കെ ആയിരുന്നു താല്പര്യം.
സോ അവിടെ ചെന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായി അവര് ട്രൈ ചെയ്യുന്നത് നമ്മളെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് വിടാനാണ്. കാരണം അവർക്ക് സ്റ്റുഡൻസിനെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് വിട്ടാലേ പൈസ കിട്ടൂ. ആൻഡ് ദാറ്റ്സ് എ ഫാക്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ കച്ചവടം ചെയ്യാനിരിക്കുക, അവർ മാലകമാരല്ല നമ്മൾ പറഞ്ഞ പോലെ. പക്ഷേ അവർ ചെയ്ത പ്രശ്നം എന്തെന്ന് വെച്ചാൽ, എൻ്റെ മാർക്കും, ഞാൻ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, എനിക്ക് ഏകദേശം 7.7 7.6 എന്തോ GPA ഉണ്ടായിരുന്നു, വിച്ച് ഈസ് നോട്ട് ബാഡ്. ഓക്കെ, ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം, നിനക്ക് ഈ മാർക്ക് വെച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ കിട്ടില്ല, നീ അവിടെ അപ്ലൈ ചെയ്യണ്ട. അവരെന്നെ അപ്ലൈ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഓരോന്ന് തപ്പിപ്പിടിച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റികളവർക്ക് അയച്ചു കൊടുക്കും. അവർ പറയും ഇതിൽ നടക്കത്തില്ല, മറ്റേതുണ്ട്, ബാക്ക്ലോഗ് ഉണ്ട്, അവിടെ കഴിഞ്ഞ വട്ടം അപ്ലൈ ചെയ്തവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ തന്നെ കണ്ടുപിടിച്ച് തന്ന കോളേജായിരുന്നു ഞാൻ പോയ ഫാൻഷോ കോളേജ് എന്ന് പറഞ്ഞ ലണ്ടനിൽ, വിച്ച് ഈസ് എ കംപ്ലീറ്റ് പ്രൈവറ്റ് കോളേജ്. പബ്ലിക് ഹൗ വാസ് ദ കോളേജ്? അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് കോളേജിലൊന്നും പോവാത്ത പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ ദേ വിൽ ഫീൽ ഗുഡ് ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ബിൽഡിംഗ്, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ കോളേജിലൊക്കെ പഠിച്ചു, നമ്മൾ ഇവിടുത്തെ ലൈഫൊക്കെ കഴിഞ്ഞ് അവിടെ പോകുമ്പോൾ ലിറ്ററലി ഫീൽസ് ലൈക്ക് ഷിറ്റ്. ഞാൻ വേറൊരു സംഭവം എനിക്ക് തോന്നിയതാണ്, ഈ സാന്റാ മോണിക്ക ഇൻ ജനറൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജോ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെസ്റ്റിമോണിയൽസും ഒരുപാട് റീൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി പറയാം. അതെല്ലാം ഫേക്ക് ആണെന്നാണോ? ലൈക്ക് അതെല്ലാം റിയൽ സ്റ്റുഡൻസ് റിയൽ എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ അവിടെ കാനഡ വെച്ച് നടന്ന ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു കപ്പിൾ, ഐ എം നോട്ട് ഗോണ നെയിം ദം. This is your first hand experience? This is my first hand experience. Okay. This is not a source from the internet. എനിക്ക് അറിയാവുന്ന ഒരു കപ്പിൾ, ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്, ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഇൻസ്റ്റാഗ്രാം സെൻസേഷൻസ്, ഇൻഫ്ലുവൻസേഴ്സ്. അവർ തന്നെ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ്. ഐ ഡോണ്ട് കൺസിഡർ ദം ആസ് ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ ഇവര് ഇവിടെ വന്നു കഴിഞ്ഞ് ഇവർക്ക് അത്യാവശ്യം റീച്ചും കാനഡയിൽ മറ്റേ ഇൻഫർമേഷൻ കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, അങ്ങനെ കുറച്ച് റീൽസ് ഒക്കെ ചെയ്ത് റീച്ചുണ്ട്. അപ്പോൾ വൺ ഡേ അയാൾ എന്നോട് വന്ന് പറയുക, ഞാനും ഫ്രണ്ട്സൊക്കെ നിൽക്കുമ്പോൾ, എടാ സാന്താ മോണിക്കയെന്ന് എനിക്ക് ഒരിത് വന്നു, അവർ പറയുന്ന പോലെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പൈസ റെമ്യൂണറേഷൻ ഓഫർ ചെയ്തു. സാന്റാ മോണിക്ക അപ്പം പിയർ വർക്ക് ഉണ്ടെന്നാണോ പറയുന്നത്? ഓഫ് കോഴ്സ്. കാരണം നമ്മൾ ഇവിടെ ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നു, ഇതേ ഗൈസ് ഞാൻ മഞ്ഞത്ത് നിൽക്കുന്നു, ഇതെല്ലാം സത്യമാണ് എന്ന് ഞാൻ പറയുന്നില്ല. മോസ്റ്റ് ഓഫ് ദം ആർ ഓക്കെ. ചിലവർ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്, ചിലവർ സ്വന്തമായിട്ട് മഞ്ഞത്ത്. പക്ഷേ ഇവിടെ വരൂ, എൻകറേജ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ആൻഡ് ഹൂ ആർ ദേ ടു എൻകറേജ് അതേഴ്സ് ടു കം എബ്രോഡ്. അപ്പം ഈ കാലിസ്ഥാൻസ് എന്നൊക്കെ പറയുന്ന ഭയങ്കര എക്സ്ട്രീം ഗ്രൂപ്പുകളൊക്കെ ആ സമയത്ത് ഭയങ്കര ന്യൂസും ബാഡ് കാര്യങ്ങളൊക്കെ വന്നപ്പം ഈ സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞു. അപ്പോഴാണ് ഇവന് ഈ ഓഫർ വന്നത്. ആൻഡ് ഹി ഹാഡ് ടു സേ, ഇവിടെ ഇങ്ങനൊരു പ്രശ്നവും ഞങ്ങൾ ഏറ്റിട്ടില്ല, ന്യൂസുകൾ കള്ളം പറയുന്നതാണ്, എനിക്കിതുപോലെ ഒരു പ്രശ്നമില്ല, ഞാൻ നാണ്ട കോളേജിൽ പോകുന്ന വഴിയാണ് വ്ലോഗ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹി ഡിഡ് എ വീഡിയോ ആൻഡ് ഹി ഗോട്ട് മണി. ഞാൻ എത്ര രൂപ എന്തോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്നത്തെ സമയത്ത് ഇറ്റ് വാസ് നോട്ട് എ ബിഗ് തിങ്. ഐ വാസ് ലൈക്ക് ഓക്കെ, ഹീസ് മേക്കിംഗ് മണി. ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, most of the videos and reels you guys see from Canada is made in a script. ഒരു ഇന്റൻഷൻ ഉണ്ട്. അത് ലൈക്ക് എല്ലാം ആണെന്നല്ല, ജെന്യുവിൻ ഗായ്സ് ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ 25 ലക്ഷവും 30 ലക്ഷവും കൊടുത്ത് വീടും പണയം വെച്ചിട്ട് കാനഡയിൽ പോകരുത്. കാരണം അവിടെ പോയി നിന്നാലേ അതിന്റെ കാര്യങ്ങൾ അറിയൂ. സോ ഇൻഫ്ലുവൻസേഴ്സിന്റെ വാക്ക് കേൾക്കരുത്. ഇഫ് യു ഹാവ് എ ഫ്രണ്ട്, ഫാമിലി, ഇവരൊക്കെ പറയാണ്, ഇവരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ മാത്രമല്ല, സീരിയൽ ആർട്ടിസ്റ്റുകൾ കാനഡയിൽ പോകൂ, ജീവിതം സെറ്റ് ആക്കും, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ. ദേ ആർ കംഫർട്ടബിൾ ഇൻ ട്രിവാൻഡ്രം. അവരാരും ട്രിവാൻഡ്രം വിട്ട് പോകില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു 25K സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ. അപ്പൊ എനിക്ക് എഡു ആചാര്യയുടെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു 1 മിനിറ്റ് വീഡിയോക്ക് എനിക്ക് 8,000 രൂപ വരുന്നത്. 1 മിനിറ്റിനാണ് 8,000 രൂപ. അത് ഞാൻ വീട്ടിൽ ഇരുന്ന് ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് മെയിൽ വഴി അയച്ചു കൊടുത്ത്. എനിക്കറിയത്തില്ല ആര് കാണാനാണ്. സോ
കണ്ടോ, തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരു യൂട്യൂബറിന് 8,000 രൂപയാണ് 1 മിനിറ്റിന്. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഹീസ് ഗെറ്റിംഗ്. അപ്പോൾ കാനഡയിൽ ഇരുന്ന് ഇവിടെ ഖാലിസ്ഥാന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ച് കൊടുക്കുന്നവന് ഹൗ മച്ച് വുഡ് ഹി ബി ഏണിംഗ്? അതെ, ലൈക്ക് അയാളെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. ഒരിക്കലും പറയാം, എനിക്കാണ് ഓഫർ വന്നത് മിക്കവാറും ഞാനും ചെയ്തത്. ബിക്കോസ് ഹൂ കെയർസ്. പക്ഷെ ഒരു വൈഡ് സ്പെക്ട്രത്തിൽ എടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവർക്കും സാന്റാമോണിക്കയെ പറ്റി നെഗറ്റീവ് അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു? ഒരിക്കലും തോന്നുന്നില്ല. കാരണം സാന്റാമോണിക്ക ചെയ്യുന്നത് എന്തോന്ന് വെച്ചാൽ ദേ ആർ ഗെറ്റിംഗ് പീപ്പിൾ ഇൻ ടു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. അതാണ് അവരുടെ മെയിൻ എയിം. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ആളുകളെ എത്തിക്കുന്നില്ല എന്നല്ല, എൻ്റെ ഇന്റൻഷൻ പബ്ലിക് യൂണിവേഴ്സിറ്റി പോകണമെന്നായിരുന്നു. പക്ഷെ ഐ വാസ് ട്രിക്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പിയർ പ്രഷർ ചെയ്ത് മാറ്റിയെന്ന് പറയാം. ബിക്കോസ് നമ്മൾ എങ്ങനെയെങ്കിലും വെളിയിൽ പോകാൻ നിൽക്കുക, അപ്പൊ ഇവര് പറയും നിനക്ക് കിട്ടത്തില്ല, റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പാടാവും. മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക, എന്നിട്ട് നിന്റെ അതേ ഇതുള്ളവർക്ക് ഒന്നും 3 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. ഗൈസ്, വേറൊരു സംഭവം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സാന്റാമോണിക്കയില് നിങ്ങൾ അഡ്വൈസേഴ്സ് എന്നാ പറയുന്നത്, സെയിൽസ് പീപ്പിൾ. ഓക്കെ ഗൈസ്, അഡ്വൈസേഴ്സ് എന്ന് പറയാൻ പാടില്ല. ദേ ഡോണ്ട് നോ ഷിറ്റ്. അവര് അഡ്വൈസേഴ്സ് എങ്ങനെയാ പറയുന്നത്? അവര് കാനഡയിൽ പോയാൽ നിന്റെ ലൈഫ് നന്നാവും, എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാൻ അവർക്ക് എന്ത് അധികാരമാണുള്ളത്? ദേ ആർ സിറ്റിംഗ് ഇൻ ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട്. They have never been to Canada. And their commission rates are really good. Yes. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പോയി കാണുന്നത് അഡ്വൈസർ എന്ന പേരിൽ കാണുന്ന ആള് ഇറ്റ്സ് എ സെയിൽ പേഴ്സൺ. നമ്മൾ കാറ് വാങ്ങിക്കാനും ഫോൺ വാങ്ങിക്കാനും ഒക്കെ പോത്തില്ലയോ? അപ്പൊ അവിടെ മറ്റേ ടൈയും ഒക്കെ ഇട്ട് നിൽക്കുന്ന ചേട്ടന്മാരോ ചേച്ചിമാരോ തന്നെയാണ് അവര്. അവരുടെ പേരങ്ങ് മാറ്റി സെയിൽസ് ഗൈസ് എന്നുള്ളത് അഡ്വൈസേഴ്സ് ആക്കി. അതെ, അതേപോലെ എനിക്ക് അപ്പോൾ സാന്റാമോണിക്ക എന്ന് പറയുമ്പോൾ സബീയുടെ സാന്റാമോണിക്ക ഏറെക്കുറെ സെയിമാണ്. ഇവന്റെ ഫ്രണ്ട് ഉണ്ട്, അവനും കാനഡയിൽ പോയിട്ട് തിരിച്ചു വന്നു. ആൻഡ് ഹീസ് ടെല്ലിങ് ദ സെയിം സ്റ്റോറി. ഞാൻ ഈ സ്റ്റോറി അവനോട് ഷെയർ ചെയ്തപ്പോ അവനും പറഞ്ഞു ഞാനും സാന്റാമോണിക്ക പോലെ പോയതാ. അവനും അതേപോലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോവേണ്ടതായിരുന്നു. ആൻഡ് ദേ കൈൻഡ് ഓഫ് ചേഞ്ച്ഡ് അവർ പാത്ത്. അത് ചിലപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പോയത് പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ എയിമും എൻ്റെ കഴിവും എന്താന്നൊക്കെ എനിക്കറിയാം. ഐ വുഡ് ഹാവ് ബീൻ ഓൺ എ ഡിഫറെന്റ് പാത്ത്. ചിലപ്പോൾ ഞാൻ കാനഡയിലെ മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തു. ഐ വുഡ് ഹാവ് ബീൻ ഡൂയിങ് വെരി ഗുഡ് ഇൻ കാനഡ. ബട്ട് ഗോയിങ് ടു എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഫക്ഡ് മീ അപ്പ്. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാനഡ ഇൻ ജനറൽ നിങ്ങൾക്ക് ഭയങ്കര വലിയ നല്ല ജോബൊന്നും കിട്ടത്തില്ല എന്നത്. അതിന്റെ പ്രൈം എക്സാമ്പിൾ സബീനെ ഞാൻ എടുത്തു നോക്കി. സബി സിനിമറ്റോഗ്രഫി പഠിച്ചിറങ്ങിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെപ്യൂട്ടേഷൻ ഉള്ള കോളേജാണ്. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു മറ്റേ സ്പൈഡർമാന്റെ ഒക്കെ ഡയറക്ടറും ക്രൂ ഒക്കെ പഠിച്ചിറക്കിയ കിട്ടില്ല കോളേജാണ്. അവൻ അവിടുത്തെ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് സിനിമറ്റോഗ്രാഫർ അവാർഡ് മേടിച്ചവനാണ്. ആൻഡ് ഹി കുഡന്റ് ഫൈൻഡ് എ ജോബ് ബിക്കോസ് ഹീസ് ഇന്ത്യൻ. അത് അവൻ ഇന്ത്യൻ ആയതുകൊണ്ട് അവന് ജോലി കിട്ടില്ല. അവൻ പറഞ്ഞ അവനെക്കാട്ടി ഫാർ ലെസ്സർ പെർഫോമൻസ് ഉള്ള ആൾക്കാർ, ഫാർ ലെസ് കോമ്പീറ്റന്റ് ആയിട്ടുള്ള സിനിമറ്റോഗ്രാഫേഴ്സ് വൈറ്റ്സ് ഉണ്ട്, അവർ ജോലിക്ക് എടുക്കും. സോ റേസിസം ആൻഡ് ഇവർ ഈ എന്താ പറയണ അമേരിക്കയിലും കാനഡയിലും ഒക്കെ എല്ലാം പ്യുവർ ടാലന്റ് ഓറിയന്റഡ് ആണ്, നിങ്ങൾക്ക് കഴിവുണ്ട് രക്ഷപ്പെടാം, അതൊക്കെ ഒരു ഹോക്സ്, അതൊക്കെ ഒരു സ്കാം ആണെന്ന് എനിക്കും തോന്നുന്നു. ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി പറയുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ ഒരുപാട് നിങ്ങൾ വിശ്വസിക്കില്ല. നാട്ടിലും അത് തന്നെയാണ് അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നത്. കാനഡയിൽ പോവാതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഹൗ ആർ ദേ കൺവിൻസിങ് പീപ്പിൾ ടു ഗോ ടു കാനഡ? ഇവിടെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന അവരുടെ പേരൊന്നും പറയുന്നില്ല, സിനിമയിലും സീരിയലിലും ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ആഡ് വന്നതാണ്. അത് അവരെ തന്നെ പറ്റിയ പറയുന്നത്. നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം, ഞാൻ അവരൊരിക്കലും കുറ്റം പറയത്തില്ല. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അതാണ് അവരുടെ വേ ഓഫ് ലിവിങ്. അവരിത്രയും 5, 6, 7 വർഷം ഫെയിമിന് വേണ്ടിയും അവരുടെ ഫേസ് റെക്കഗ്നൈസബിൾ ആക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇരുട്ട് മുറിയിരുന്ന് പട്ടിപ്പണി എടുത്ത് കാണും ഉറപ്പായിട്ടും. അപ്പൊ അവർക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഇത്ര പൈസ വരുമ്പോൾ ചെയ്യുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല. ഐ വാണ്ട് നിങ്ങൾ കാനഡയിൽ പോകാന്നിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രോഡ് ആസ്പെക്റ്റിൽ ചിന്തിക്കുക. അതെ, ലൈക്ക് മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ കീപ് ദിസ് ഇൻ മൈൻഡ്. ഇഫ് യു ആർ ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി, നിങ്ങൾക്ക് കാനഡയിൽ പോയി എൻജോയ് ചെയ്യണം, കാനഡയിൽ പോയാൽ അടിപൊളി ജീവിതം വേണം, ഭയങ്കര ഓപ്പർച്യൂണിറ്റീസിൻ്റെ ലാൻഡാണ് എന്നൊക്കെ വിചാരിച്ച് ഈ പറയുന്ന വൃത്തികെട്ടവന്മാരുടെ വീൽസും കണ്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി ട്രോമ അടിച്ച് ബാഡായി 10-25 ലക്ഷം രൂപയും പോയി, പിന്നെ നാട്ടിലോട്ട് വരാൻ ടിക്കറ്റ് ഉണ്ടാക്കാൻ പോലും കാശില്ലാതെ അവിടെ നിൽക്കേണ്ടി വരും. ഐ നോ സോ മെനി പീപ്പിൾ. അങ്ങനെ 2 ലക്ഷം രൂപ ഇപ്പം അയച്ചു കൊടുത്താൽ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരുന്ന ആളുകളുണ്ട്.
അങ്ങനെ 4-5 വർഷമായിട്ട് കാനഡയിൽ വർക്ക് ചെയ്തിട്ട് 1.5 ലക്ഷം രൂപയുടെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരാനില്ലാത്തവരുടെ എണ്ണം ഭയങ്കര വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കണം, അവിടെ ഉള്ളവർക്ക് ആപ്പിൾ വാച്ചും ഐവാച്ചും എനിക്കുണ്ട്, ഐഫോണും ലാപ്ടോപ്പും മാക്കും എല്ലാം കാണും, കാറും കാണും, വീടും കാണും ചിലപ്പോൾ. ബിക്കോസ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നു, സ്റ്റുഡൻറ് സ്റ്റാറ്റസ് കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ കയറി പോയി കഴിഞ്ഞ് നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് ഒരു $45,000 കാർ കിട്ടും. നത്തിങ്, യു വോണ്ട് നത്തിങ്, നോട്ട് ഈവൻ ഡൗൺ പേയ്മെന്റ്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ബി പേയിങ് $800 to $1,000 പെർ മന്ത്. യെസ്, അത് അവർ മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വരുന്ന ഇമിഗ്രൻസിന് കാർ കൊടുത്ത് ഇവരെ വർക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. ഈ $1,000 കാറിന്റെ അടവ് വരിക എന്ന് പറഞ്ഞാൽ യു ടേക്ക് 2 days ലീവ്, യു ആർ നോട്ട് ഗോണ ബി പേയിങ് ദാറ്റ്. മനസ്സിലായോ? അങ്ങനെയാണ് അവിടുത്തെ എക്കോണമി. അവരത് കറക്റ്റ് സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കുക. യു തിങ്ക് ഇത്രയും പേരെ കയറ്റി വിടുന്ന കാനഡിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് മണ്ടന്മാരാണെന്നാണോ നമ്മുടെ വിചാരം? നോ, ടു ദി ഡോളർ ദേ ഹാവ് കാൽക്കുലേറ്റഡ് ഒരു ഇന്ത്യൻ എത്ര ചെലവാക്കും. ഇഫ് ഐ ഗോ ഔട്ട് ആൻഡ് ഈറ്റ് 2 times എൻ്റെ കാർ പേയ്മെന്റ് പോയി. മേ ബി ഐ ക്യാൻ ഈറ്റ് ഔട്ട് once in a month. കാശ് വന്ന് ശമ്പളം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 1, 2, 3 ദിവസം ഇറച്ചിയൊക്കെ വാങ്ങിക്കാം. ഓർ ഇഫ് യു ആർ സ്റ്റേയിങ് അലോൺ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് സ്റ്റേയിങ്, ഓരോ ദിവസം ഓരോരുത്തർ ഇറച്ചി വാങ്ങിച്ച് ഷെയർ ചെയ്യാം. അതാണ്. പക്ഷെ അങ്ങനെയാണ്. വേറെ സംഭവം ചോദിക്കട്ടെ, നാട്ടില് യങ്സ്റ്റേഴ്സിന് ഒരുപാട് തൊഴിലില്ലായ്മ, അവരുടെ കംപ്ലൈൻസ്, ഇപ്പൊ ജോലി കിട്ടുന്നില്ല, എനിക്കിവിടെ ഫ്രീഡം ഇല്ല, എനിക്കിപ്പം എന്താ പറയുക നാട്ടിൽ നിൽക്കുന്നൊരു എനിക്ക് ആ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു കാനഡയിൽ പോകാൻ നിൽക്കുവാണെങ്കിൽ വാട്ട് ഈസ് യുവർ വ്യൂ പോയിന്റ്, യുവർ തോട്ട്? വീട്ടില് കാശുണ്ട്, ഇഫ് 25 ലക്ഷം പോയാൽ പോട്ടെ എന്ന് വെക്കാൻ പറ്റുന്ന വീട്ടിലെ പൊളപ്പന്മാരോ പൊളപ്പികളോ ആണെങ്കിൽ you can go to Canada, have a wonderful 2 to 3 years of study, you'll come back. അത്രേ ഉള്ളൂ. യു ക്യാൻ ഗോ ടു പബ്, യു ക്യാൻ ഈറ്റ് ഔട്ട് എവറി ഡേ. ഈ കാനഡയിലൊക്കെ ഉള്ളവർ നിങ്ങൾ ഈ ഹോട്ടലിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കണ്ട് ഡോണ്ട് ബി ഫുൾഡ്. എൻ്റെ കൂടെ ഉള്ളവരാണെങ്കിൽ പോലും ഒരു മാസം 2-3 ഫോട്ടോ എടുക്കും, എന്നിട്ട് ഓരോ 2 ദിവസം കൂടുമ്പം ഞാൻ എടുത്ത ഫോട്ടോ ഇടുക. കാരണം ദ ലിവിങ് ഇൻ എ fucking matrix. So enough of Canada thing. നമുക്ക് Santa Monica is a hoax for you, is a scam for you, Paponan at least. Santa Monica is not a scam, but Santa Monica tricked me so many ways. ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് എനിക്ക് ഇവരെ അതാ പോഡ്കാസ്റ്റ് പോയി കാണുക guys. Yeah, and there's a guy called Nabil bro. ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങൾ ടൊറന്റോ മിസ്സാകുകയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നന്നായി വരും ബ്രോ. അത് സാന്റാമോണിക്ക റെക്കമെൻഡേഷൻ ആയിരുന്നില്ലേ? സാന്റാമോണിക്ക എന്നോട് സാന്റാമോണിക്കയുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാശ് വാങ്ങിപ്പിച്ച് പരിചയപ്പെടുത്തി തന്നവനാണ്. അവൻ എൻ്റെ കയ്യിൽ, ഞാൻ ആകെ കാനഡയിൽ ചെന്ന് ഇറങ്ങുന്നത് $2,000 കൊണ്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിയ $2,000. ആദ്യത്തെ ദിവസം എൻ്റെ $1,800 വാങ്ങിച്ചു ഫസ്റ്റ് ഡേ. ആ ഒരു കഥ ഫസ്റ്റ് പോഡ്കാസ്റ്റ് പോയി കാണാൻ. സെക്കൻഡ് തിങ് ഇപ്പൊ എല്ലാവരും എമ്പുരാന്റെ ഒക്കെ ഹൈപ്പിൽ നിൽക്കുക. ഓ കം ഓൺ ഗൈസ്, ഈ എമ്പുരാന്റെ ഹൈപ്പ് എന്തുവാണ്? ഒരു സിനിമയാണ് അത്. നമ്മൾ ആവശ്യമില്ലാതെ ഈ ഹൈപ്പ്, എമ്പുരാൻ കണ്ടില്ലെങ്കിൽ ചത്തുപോകും, എമ്പുരാന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മതില് ചാടുന്നു, സ്വർണം പണയം വെക്കുന്നു, പശുവിനെ വിൽക്കുന്നു. ഐ ലവ് മൂവീസ്. യെസ്, ഐ ലവ് ദ എക്സ്പീരിയൻസ് ഓഫ് ആ ഒരു എക്സ്പീരിയൻസ്, ആ തിയേറ്ററിൽ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡോപ്പമിൻ ഹിറ്റ് എനിക്ക് മനസ്സിലായി. അതേപോലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇറ്റ്സ് എ സെലിബ്രേഷൻ. എടാ, ഇറ്റ്സ് എ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്ന പോലെ നമ്മുടെ ഏറ്റവും വലിയ ഡയറക്ടർ, ഇപ്പൊ ഇറങ്ങുന്ന ഏറ്റവും വലിയ സിനിമയിലെ ഡയറക്ടർ പറയാണ് പുള്ളി നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഇൻഡസ്ട്രി മാറ്റുന്നു, ഇൻക്ലൂഡിങ് ദ ഓഡിയൻസ്. ഹൗ ഈസ് ഇറ്റ് ബെനിഫിറ്റിംഗ് ദി ആവറേജ് ഓഡിയൻസ്? അങ്ങനെ ബെറ്റർ സിനിമ കിട്ടുമെന്ന് പറയുന്നതാണ് അവന്റെ ഇതെങ്കിൽ അത് അങ്ങനെ പറയണം. നിങ്ങൾക്ക് ഞങ്ങൾ നല്ല സിനിമ തരും, യു ഗൈസ് കം ആൻഡ് വാച്ച്. പക്ഷെ ഒരുമിച്ച് നമ്മൾ ഇൻഡസ്ട്രി മാറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി മാറ്റുമെന്ന് അവിടെ ഇരുന്ന് പറയുന്നവൻ ബെൻസും BMW ലാംബോഗിനിയും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ കാറുകൾ അല്ല, ഞാൻ പറയട്ടെ, ഇവരുടെ ഒക്കെ അവരുടെ കഴിവാണ്, അതൊക്കെ ഞാൻ ശരി ആക്കി. പക്ഷെ ഈ താരത്തിനങ്ങളെ ആരാധിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ദേ ആർ പെയ്ഡ് പ്രൊഫഷണൽസ് ആൻഡ് ദേ ആർ ഫേക്കിംഗ് പേഴ്സണാലിറ്റീസ്. എങ്ങനെ പറയാൻ പറ്റില്ല. അതെ, അവര് വീട്ടിനകത്ത് ഭാര്യയായിട്ട് അടിയുണ്ടാക്കി വന്ന് സെറ്റിനകത്ത് കയറുമ്പോൾ നിങ്ങൾ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു ഭർത്താവായിട്ട് അഭിനയിക്കൂ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഫേക്കിംഗ് ഫോർ ദാറ്റ് 15 minutes. That is some people call it faking, some people call it acting, and there are two sides. എന്റെ ടേക്ക് ഓൺ ദിസ് ഇതാ. See, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാള് എനിക്കൊന്ന് 2006 ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾക്ക് മലയാളം സിനിമയുടെ അംബാസിഡർഷിപ്പ് വേണം. അയാൾ പറഞ്ഞിട്ടുണ്ട് മലയാളം സിനിമ വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ്സിലേക്ക് പോകണം. അയാൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ മലയാളം സിനിമ ഓൾ ഇന്ത്യ സെലിബ്രേറ്റഡ് ആയിട്ട് ഒരു രീതിയിലേക്ക് എലിവേറ്റ് ചെയ്യണം. ആൻഡ് ആ ഒരു വ്യൂ പോയിന്റ് 2006 മുതൽ ആ ഒരു കൺവിക്ഷനിലൂടെ ആ ഒരേ സ്ട്രെയിറ്റ് പാത്തിലൂടെ ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് എഫേർട്ട് എടുക്കുന്ന ഒരാളെ I have nothing less than mad respect for that. എടാ, റെസ്പെക്ട് ചെയ്യാം ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ ബിസിനസ്മാൻ. അതാ ഞാൻ പറഞ്ഞത്, ഒരു പുള്ളി അമാനുഷികമായ ബിസിനസ്മാൻ ആണ്. നമ്മളുടെ വികാരങ്ങള്, നിന്നെ പോലെ ഡൈഹാർഡ് ഫാൻസിന്റെ വികാരങ്ങള്, I have respect for him. നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ സിനിമ കാണുമ്പോൾ ഡോപ്പ് കിട്ടുമെന്ന്. എനിക്ക് ആ സിനിമകള് ബിക്കോസ് ഞാൻ ഒരു നാളൊരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു സാധനം കച്ചവടമാക്കി പുള്ളി ലാഭമില്ലാതൊന്നും അല്ലല്ലോ ഒരിക്കലും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു ബിസിനസ്മാൻ ആണ്. അപ്പൊ ആ ഒരു ബിസിനസ്മാൻ ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുമ്പോ ഹീസ് എ വെരി ഗുഡ് ഗായ്, ഹീസ് എ വെരി ഗുഡ് ബിസിനസ്മാൻ, അതൊക്കെ സമ്മതിച്ചു. ആൻഡ് വൈ ഡു വി വർഷിപ്പ് ദം? അങ്ങനെ പാലൊഴിക്കുക, പൂജ പണിയുക, തമിഴ്നാട്ടില് അമ്പലം പണിയുക, അതൊക്കെ കേരളത്തിലല്ലോ. എടാ, കേരളത്തിലും വന്നു തുടങ്ങിയല്ലോ. അങ്ങനെ വീട്ടില് നമ്മുടെയൊക്കെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമ്മൾ ഇവന്മാർക്കൊക്കെ ഈ പാലഭിഷേകം ചെയ്യാൻ പാൽ പാക്കറ്റ് വാങ്ങിക്കാൻ പോകുന്നതിന്റെ മെന്റാലിറ്റി എന്തായിരിക്കും? അല്ല, അതൊരു സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നത്. അതൊരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം SFIയില് താരതമ്യം ചെയ്യുമല്ല, പക്ഷെ SFI എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻസ് ഫെഡറേഷനിൽ വർക്ക് ചെയ്തപ്പോ ഇറ്റ്സ് എ സിസ്റ്റം, ഒരു നെറ്റ്വർക്ക് ഓഫ് ഹൈറാർക്കീസ് ഉണ്ട്, അതേപോലെ നെറ്റ്വർക്ക് ഓഫ് പൊസിഷനിങ് ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആൾക്കാർക്ക് എന്തോ വേണ്ടത്, ദേ വോണ്ട് ദ ഫീലിംഗ് ഓഫ് ബീങ് ഇമ്പോർട്ടന്റ്. അത് ശരിയാ. അപ്പം അവരുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് അസോസിയേറ്റ് ചെയ്ത്, ഇപ്പം പപ്പളം പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി, നമ്മള് സിനിമ കാണുന്നത് വിജയണ്ണന്റെ മുട്ട ഫാൻസ് നമ്മുടെ താഴെ ഒരു 50 പേര് നമ്മൾ പറയുന്നത് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് മേളിൽ നിന്ന് വിളി വരും, എവിടെ വിജയണ്ണന്റെ പുതിയ പടമുണ്ട് പാലഭിഷേകം, പിന്നെന്താ 5 ലിറ്റർ ഞാൻ മേടിക്കുക എന്റെ സ്വന്തം പൈസ. ബിക്കോസ് അങ്ങനെ അത്രയും വലിയ ഇപ്പം ഇവന്റെ ഫ്ലെക്സിനെ കാട്ടി വലിയ എന്റെ ഫ്ലെക്സ് വെച്ച് എനിക്ക് ഇവിടെ ഈ ഒരു ഗാദറിങ്ങിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻസ് കിട്ടുക. സോ അങ്ങനെ നോക്കുമ്പം യു കാൺട്ട് ബ്ലെയിം ദം. എടാ, ബ്ലെയിം ദം എന്നല്ല, ആണ് ഇത് നമ്മൾ നോർമലൈസ് ചെയ്യുന്നതാണോ ഒരു സൊസൈറ്റിക്ക് നല്ലതെന്നാണ് എന്റെ ചോദ്യം. ഇത് അൺഅവോയ്ഡബിൾ ആണ്. ഇത് അൺഅവോയ്ഡബിൾ ആണെന്ന് പറഞ്ഞാൽ നത്തിങ് ഈസ് അൺഅവോയ്ഡബിൾ. നമ്മൾ ഇത് കണ്ണടക്കുകയാണ്. അല്ല, ഇത് LGBTQ അല്ലെങ്കിൽ ഫെമിനിസം ഇതൊക്കെ പറയുന്ന പോലെ ഒരു കാറ്റഗറിയിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് താര ആരാധന എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ മെന്റൽ ഡിസീസ്. നോ. യെസ്, നോ. നമ്മളെല്ലാം താരാരാധകരാണ്. നമ്മൾ യേശുവിനെയും കൃഷ്ണനെയും അള്ളാഹുവിനെയും ഒക്കെ ആരാധിക്കുകയാണ്. ആരെങ്കിലും ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടോ? നോബഡി ഹാസ് സീൻ എനിബഡി. ബട്ട് രാവിലെ പോവുക, മണിയടിക്കുക, പൂജ വെക്കുക, പാലൊഴിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നമ്മളൊന്നും ഇത് ആരും കണ്ടിട്ടില്ല, നമ്മളെ ഇതൊന്നും ആരും കാണിച്ചിട്ടുമില്ല. വി ആർ ബീങ് ടോട്ട് എവ്രിതിങ് ഫ്രം യങ് ഏജ്. പക്ഷെ ഞാൻ അങ്ങനെ വേറെ സംഭവം പറയട്ടെ, ലോകത്ത് എല്ലായിടത്തും താരാരാധനയുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പം ഫോർ എക്സാമ്പിൾ സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിലൊക്കെ കൂടുതലായിട്ടും കേരളത്തിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നത് സിമ്പിൾ റീസൺ ഇസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇപ്പൊ നമ്മൾ അമേരിക്കയിലെടുത്താലും എന്തോരം സെലിബ്രിറ്റീസിന്റെ പുറകെ ഓടി സെൽഫി എടുക്കാനും എല്ലാം അതിനും പോകുന്ന വീഡിയോസും റീൽസും ഒക്കെ പബ്ലിക്കലി ഉണ്ട്. താര ആരാധന എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും നമുക്ക് വി കാൺട്ട് ടച്ച് ഇറ്റ്. എടാ, അത് ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ആക്കി എടുത്തതാണ്. 150 years ago നമ്മൾ ഇതുപോലെ സിനിമയിലോ നാടകത്തിലോ അഭിനയിക്കുന്നവരെ നമ്മൾ ഇത്ര ആരാധിക്കത്തില്ലായിരുന്നു. ഷേക്സ്പിയറിന്റെ പ്ലേ റൈറ്റ്സ് ഒക്കെ ഇപ്പോഴും. അത് ശരിയാണ്. ഷേക്സ്പിയർ മരിച്ചതിന് ശേഷമാണ് ഷേക്സ്പിയർ ഫേമസ് ആയത്, അതറിയോ? And he was not celebrated as a very good guy. Shakespeare had so many basic thing ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, I am not trying to argue.
ഹ്യൂമൻ ബ്രെയിൻസിന്റെ ഹൈറാർക്കി ഓഫ് ഇമ്പോർട്ടൻസും അവരുടെ ഡോപ്പമിൻ സിസ്റ്റം വയർ ചെയ്തേക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അവർക്ക് എപ്പോഴും ഒരു കൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്യണം. അവർക്ക് എപ്പോഴും ദേ വാണ്ട് ടു ബിലോങ് ടു സംതിങ്, ബിലോങ് ടു എ സോഷ്യൽ ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ. അതിനകത്ത് തന്നെ അവർക്ക് ഒരു ഹൈറാർക്കി പൊസിഷൻ കൊടുക്കുമ്പോൾ അവരെവിടെ ഇമ്പോർട്ടന്റ് ആവുക. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇറ്റ് ഈസ് ഓൾ കൺട്രോൾ. യെസ്, ആർ ദീസ് പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി മേക്കിംഗ് യൂസ് ഓഫ് ദിസ് ഫോർ ഫിനാൻഷ്യൽ ആൻഡ് അതർ ഗെയിംസ്? ഓഫ് കോഴ്സ്, യെസ്, അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ ഇഫ് യു ഗൈസ് ലവ് എ ഡയറക്ടർ, ഇഫ് യു ഗൈസ് ലവ് ആക്ടിങ് ഓഫ് എ ആക്ടർ, ഗോ വാച്ച് ദ മൂവി, കം ബാക്ക്, ടോക്ക് അബൌട്ട് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ നമ്മള് അല്ല, അത് പക്ക ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഫഹദ് ഫാസിൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഹദ് ഫാസിലിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഡു യു ടോക്ക് അബൌട്ട് യുവർ മൂവീസ് വിത്ത് യുവർ വൈഫ് വെൻ യു ഗെറ്റ് ബാക്ക് ടു ഹോം എന്നൊക്കെ ചോദിച്ചു. നോ, വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചു വരാൻ സംസാരിക്കും. അത് ഞാൻ ഒന്ന് സംസാരിക്കും. ഈവൻ ബെറ്റർ, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ മൂവി. അത് നമ്മൾ ഒരു മൂവി ആണെന്ന് മനസ്സിലാക്കാതെ ഇപ്പം തമിഴ്നാട്ടിൽ നടക്കുന്ന സീൻ അറിയാവോ? വിജയണ്ണൻ ഇങ്ങനൊക്കെ ഇങ്ങനെ നിൽക്കുന്നതും ഫോട്ടോയും ഇതെടുത്തിട്ട് PR വർക്ക് ചെയ്യാണ്. എന്തിനാണ്? മക്കൾ സേവകൻ, മക്കൾ സെൽവൻ എന്നൊക്കെ പറഞ്ഞ് ഹി ഈസ് കമ്മിങ് ഇൻ ടു പൊളിറ്റിക്സ്. ഈ കത്തി, സുര, വര എന്നൊക്കെ പറഞ്ഞ കുറെ സിനിമ കണ്ടിട്ട് അവിടുത്തെ ആളുകൾ വിചാരിക്കുന്നത് വിജയണ്ണൻ അവരെ രക്ഷിക്കാൻ വന്ന ദൈവമാണെന്നാണ്. No. They are comparing the actor Vijay as the modern Jesus now. Yes, I've seen Instagram post. Maybe it's all done by PR work. പക്ഷെ ഞാൻ കണ്ടു PR work ആയിരിക്കും. അത് കേരളത്തില് അങ്ങനെ വരുമെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ വരുമെന്ന് ചോദിച്ചാൽ മുകേഷ് ഉണ്ട്, മുകേഷ്, ജഗദീഷ്, ഇന്നസെന്റ്, നമ്മുടെ MP ആരാ, സുരേഷ് ഗോപി, ഇനിയിപ്പം മോഹൻലാല്, മമ്മൂട്ടി. ഒരു നാട്ടില് നമ്മളെയൊക്കെ ഭരിക്കാൻ വരുന്ന ആളുകള് 25 പേരെ എടുത്ത് അതിനകത്ത് 10 പേര് സിനിമയെന്ന് വരിക എന്ന് വെച്ചാൽ, ആർ ദീസ് ദ ബെസ്റ്റ് പീപ്പിൾ ഇൻ ദ 3 കോടിയുള്ള ആള് സ്റ്റേറ്റില് 25 പേരെ പവർ ഗെയിം ആണ്. നമ്മള് 25 പേരെ എടുത്താൽ അതിനകത്ത് 10 പേരും സിനിമാ നടന്മാരാ. ഇവരാണോ നമ്മളെ ഭരിക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഈ 3 കോടിന്ന്? അല്ല. ഡോണ്ട് ഗെറ്റ് ഫൂൾഡ്. കാരണം ഇവര് ഓരോ സിനിമയിലും ഓരോ പേഴ്സണാലിറ്റി ഇടുന്നു. ദേ ആർ ട്രെയിൻഡ് ആക്ടേഴ്സ്. പക്ഷെ പപ്പണം പറഞ്ഞത് അഗ്രി ചെയ്യുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, താര ആരാധനയിൽ എനിക്ക് ഭയങ്കര യോജിപ്പില്ലെങ്കിലും, ഫോർ എക്സാമ്പിൾ വാട്ട് റൈറ്റ് നൗ പൃഥ്വിരാജ് ഹാസ് ഡൺ ടു അവർ മലയാളം ഇൻഡസ്ട്രി ഈസ് കമന്റബിൾ. ഞാൻ ചോദിക്കട്ടെ, മലയാളം ഇൻഡസ്ട്രിയിൽ ഡൺ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഹൗ ഡസ് ഇറ്റ് ബെനിഫിറ്റ് എ കോമൺ മാൻ? ഹൗ? നമ്മുടെ കോമൺ മാൻ അല്ല, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അത് ഭയങ്കര. ഞാൻ ചോദിച്ചിട്ടെ, മലയാള ഫിലിം ഇൻഡസ്ട്രി വലുതായാൽ മലയാളം ഡയറക്ടേഴ്സിനും ആക്ടേഴ്സിന്റെ വേജ് കൂടും, ടിക്കറ്റിന്റെ വില കൂടും, തിയേറ്ററിൽ ചെല്ലുമ്പോൾ 100 എന്നുള്ളത് 140 രൂപയാവും. ഹൗ ഈസ് ഇറ്റ് ബെനിഫിറ്റിംഗ് ദ കോമൺ മാൻ? ടെൽ മീ. ഹൗ ഈസ് ഇറ്റ് ബെനിഫിറ്റിംഗ് ദ കോമൺ മാൻ? ഞാൻ പറയട്ടെ, എനിക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഉളച്ചു പറയാം. അത് കോമൺ മാനെ ബെനിഫിറ്റ് ചെയ്തില്ല. പക്ഷെ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഐ ആം ആൻ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ന്യൂ പോസിബിലിറ്റീസ് ഓഫ് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുക. മേ ബി കൂടുതൽ പ്രൊഡക്ഷൻ ഹൗസസ് വരുന്നുണ്ട്, കൂടുതൽ ന്യൂ ഡയറക്ടേഴ്സിനെ അപ്രോച്ച്. കൂടുതൽ പ്രൊഡക്ഷൻ ഹൗസസ് വരുന്നുണ്ടെങ്കിലും യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. പുതിയ 10 പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നതിലും most of them are controlled by 2 or 3. Because this is a capitalistic world. Yes, അത് ശരിയാണ്. Do we want this fuckery to become more capitalistic or stop here? We can't do anything. കാരണം ഞാൻ കാരണം പറയട്ടെ, വേൾഡ് എൻ്റെ വ്യൂ പോയിന്റിൽ, മേ ബി ഐ ആം റോങ്, എൻ്റെ വ്യൂ പോയിന്റിൽ ലോകം വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് കോമ്പീറ്റൻസ് ആണ്. ലോകം വർക്ക് ചെയ്യുന്ന ഡെഫിനറ്റ്ലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയത്, മേ ബി തെറ്റായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒപ്പോസിങ് വ്യൂസ് ആയിരിക്കാം. ഞാനിപ്പം എക്സ് എമൗണ്ട് ഓഫ് കോമ്പീറ്റൻ്റ് ഉണ്ട്, പക്ഷേ പപ്പോണൻ എൻ്റെ സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾ, പപ്പോണൻ എന്നെക്കാട്ടി ഔട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹീസ് പുട്ടിങ് മോർ എഫേർട്ട്, ഹീസ് നാച്ചുറലി ഗിഫ്റ്റഡ് എന്ന് പറയാനൊന്നുമില്ല. എന്തൊക്കെ ചെയ്താലും എന്നെക്കാട്ടിയും ബെറ്റർ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ദ മാർക്കറ്റ് വിൽ റിവാർഡ് യു. അത് തന്നെയാണ് എപ്പോഴും ഒരു ഫ്രീ എക്കോണമിയിൽ വേണ്ടത്. എൻ്റെ വ്യൂ പോയിന്റിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എന്താ പറയുക, കമ്മ്യൂണിസം വർക്ക് ചെയ്യുന്നത് സുപ്രീം ക്യാപിറ്റലിസം വിത്ത് ഫ്രീ എൻട്രി വരുമ്പോഴാണ്. പക്ഷെ ക്യാപിറ്റലിസം റിഗ്ഡ് സിസ്റ്റം ആയിരിക്കാം, പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞു വന്നാൽ
പൃഥ്വിരാജ് ആസ് എ മാൻ മലയാളം ഇൻഡസ്ട്രി എലിവേറ്റ് ചെയ്യുന്നത് പോസിബിലിറ്റീസ് ഫോർ ന്യൂ ഡയറക്ടേഴ്സ്, പോസിബിലിറ്റീസ് ഫോർ ന്യൂ ആക്ടേഴ്സ്, പോസിബിലിറ്റീസ് ഫോർ ന്യൂ കോൺസെപ്റ്റ്സ്. മലയാളം ഇൻഡസ്ട്രി ഒരു വേൾഡിലേക്ക് ലൈം ലൈറ്റ് ആസ് എ ഫിലിം ആസ്പിറന്റ് ഇൻ മലയാളം. എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എൻ്റെ സിനിമ ഒരു വേൾഡ് ലൈം ലൈറ്റില് ഗെയിം ഓഫ് ത്രോൺസിന്റെ ആക്ടർ വന്ന് കാണുന്ന അപ്പോൾ ഞാൻ പറയുന്നത് ഐ ഐഡന്റിഫൈ, എൻ്റെ ബേസിക് ഡോപ്പമിൻ സിസ്റ്റം. I identify as a film critic who loves film in the Malayalam industry. അതേപോലെയാണ് മെജോറിറ്റി ഓഫ് ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് പപ്പണം പറയുന്നത് മനസ്സിലായി, ഒരു സാധാരണ ആൾക്ക് ഇവിടെ എങ്ങനെയാണ് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഈ ഒരു മാർക്കറ്റിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ടു ബി ഫ്രാങ്ക്, നമുക്ക് വഴക്കുണ്ടാക്കാമല്ലോ. ഈ മാർക്കറ്റില് ഒരു ഫെയർ മാർക്കറ്റ് പോലെ ഉള്ളൊരു കാര്യമായിരുന്നുവെങ്കിൽ സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ജസ്റ്റിഫൈഡ്. ഐ ആം വൺ ഓഫ് ദ പീപ്പിൾ ഹൂ ഡസൻ ഫൈൻഡ് ഇറ്റ് ജസ്റ്റിഫൈഡ്. നിങ്ങൾക്ക് പറയാം, ഒരു ആക്ടർ വരുന്നു, ഹൗ മെനി പീപ്പിൾ ഹി പുൾസ് ഇൻ ടു ദി തിയേറ്റർ, അത് വെച്ചാണ് റെമ്യൂണറേഷൻ. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ നാട്ടിൽ 30 minutes മാർക്ക് അടിച്ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് വേർഡ്സ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന് പെട്ടെന്ന് പറ. ഇതിന് ബാക്കിയുള്ള മറുപടി കുറച്ചുണ്ട്, അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞ ഒരു ഹെഡ്ലൈനർ പറ. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പൃഥ്വിരാജും എമ്പുരാനും മുകേഷും സുരേഷ് ഗോപിയും എല്ലാം കൂടെ നമ്മുടെ നാട്ടിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് നമ്മൾ കുറച്ചു പേരെങ്കിലും പറയണം. ഈ ഇൻഡസ്ട്രി വലുതാക്കുക, നാടിനെ സേവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വി ഷുഡ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഐ എം നോട്ട് സേയിങ് ദീസ് ആർ ഓൾ ഈവിൾ ഗൈസ്, ബട്ട് വി ഷുഡ് സ്പീക്ക് അപ്പ്, വി ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. I disagree with him. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. So see you.